ചെയ്ത് ഇടുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കിച്ചുവിൻ്റെയാണ്. കിച്ചു നീ കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. രേണുസുതി വൈറലായി. ഓക്കെ, അവള് എവിടെ ചെന്ന രേണുസുതി ഒരു അത്യാവശ്യം വലിയൊരു ഇതല്ലെങ്കിലും സുചേട്ടന്റെ ആ ഒരു വൈഫ്. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു കൂട്ടുകാരികളെ ആർക്കും കിട്ടാതിരിക്കട്ടെ. എന്ത് തന്തയില്ലായ്മ കാണിച്ചാലും അവിടെ പോയി ന്യായീകരിക്കുന്ന കുറെ ടീംസ്, ഇങ്ങനത്തെ ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നല്ലൊരു ക്വാളിറ്റിയുള്ള സംഭവം ഒന്നും കിട്ടത്തില്ല. കാരണം അങ്ങനെയാണ് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്. നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് ആയാൽ കൂടി അവരെന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ പ്രതികരിക്കുക, അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുക, അതാണ് അതിൻ്റെ ഒരു ശരി. അല്ലാണ്ട് നമ്മുടെ ഫ്രണ്ട്സ് എന്ത് നാറിയ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ ഓക്കേടാ അല്ലെങ്കിൽ ഓക്കേഡി എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കലും ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ രേണുവിന്റെ കേസ് എടുക്കുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്ന 2-3 സാധനങ്ങളുണ്ട്. ഇവളുമാർ ഇപ്പൊ ഓരോന്നൊക്കെ കുറ്റി മറിച്ചുകൊണ്ട് പുതിയതൊക്കെ വരുന്നുണ്ട്, അത് വേറെ കാര്യം. ഓക്കെ, അങ്ങനെ കുറെ എണ്ണം ഇവരെന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കാനായിട്ട് കെട്ടി എഴുന്നള്ളി വരും. ഇതിനൊക്കെ കാണുമ്പോഴേ എനിക്ക് മടൽ വെട്ടി പടപടാന്ന് അടിച്ചോട്ടിക്കാൻ തോന്നും തീരത്തില്. അങ്ങനെ വന്ന 2 ടീമുകളാണ് രജിനയും ശ്രീതും. രണ്ടും കണക്കാണ്, ഒന്നിനൊന്നിന് മെച്ച്. ആർക്ക് ഞാൻ മാർക്ക് ഇട്ട് കൊടുക്കും എന്നുള്ള ഡൗട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. സത്യം, ഇങ്ങനത്തെ ഫ്രണ്ട്സ് ഒന്നും ആർക്കും കിട്ടാതിരിക്കട്ടെ. ഇവരിപ്പോ വരുത്തത്തിൽ തീർക്കാൻ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചു മോശക്കാരനാണ്, കിച്ചു എന്തോ മറ്റേ അപരാധിയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. സീരിയസ്ലി നിങ്ങൾക്കൊന്നും ബോധം വിവരമൊന്നുമില്ലേ? ഇല്ലെന്നറിയാം, എങ്കിലും വെറുതെ ചോദിച്ചാണ്. രേണുവിനെ സപ്പോർട്ട് ചെയ്ത് മൂട് താങ്ങി നിൽക്കുമ്പോൾ ചിലപ്പോൾ നിനക്ക് കുറച്ച് റീച്ച് കിട്ടുമായിരിക്കും. അല്ലാണ്ട് നിനക്കൊക്കെ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം എന്താണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് സീറോയാണ്. നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന കിച്ചു അവന്റെ കുട്ടിക്കാലത്ത് അവൻ എന്തൊക്കെ കുറെ മോശം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവമാണ് വരുത്തി തീർക്കുന്നത്. ഞാനൊരു കാര്യം കൊണ്ട് ചോദിക്കട്ടെ, വേറെ ഒന്നുമില്ല. അവന്റെ ലൈഫില് അവന്റെ കുട്ടിക്കാലത്ത് അവൻ എന്തെങ്കിലും മോശം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവന്റെ പാരന്റിങ്ങിന്റെ വിഷയമാണ്. എന്ന് വെച്ചിട്ട് ഈ 10, 21, 22 വയസ്സോ 23 വയസ്സോ അങ്ങാണ്ട് ആയിട്ടുള്ള ആ പയ്യന് ഇനി അവന് ജീവിക്കണ്ടേ? അവൻ ചെയ്തിട്ടുള്ള തെറ്റുകളെല്ലാം മറന്ന് അവന് ജീവിക്കണ്ടേ? അപ്പൊ ചോദിക്കും രേണുവിന് അങ്ങനെ ജീവിക്കണ്ടേന്ന്. അറിവില്ലാത്ത ഉള്ള പ്രായത്തല്ല അവൾ ഓരോ പേക്കൂത്തുകൾ കാട്ടിക്കൂട്ടിയത്. മനസ്സിലായ? എന്ത് കാട്ടിക്കൂട്ടിയിട്ടുണ്ടെങ്കിലും അവള് മറ്റേ കുട്ടിയായിരുന്ന സമയത്തൊന്നും അല്ല. അതാദ്യം മനസ്സിലാക്കണം. അവളെ ന്യായീകരിച്ച് കിച്ചുവിനെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അവന്റെ പാരന്റിങ് അടക്കം ശരിയല്ലാത്തത് കൊണ്ടാണ് അവനിങ്ങനെ ആയിപ്പോയത്. പക്ഷെ ഇന്ന് അവനെല്ലാം റിഗ്രറ്റ് ചെയ്ത് എല്ലാം വന്നിരുന്ന് മീഡിയയുടെ മുന്നിൽ പറഞ്ഞിട്ട് അവൻ അടുത്ത് നന്നാവാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ ക്വാളിറ്റി ആയിട്ട് കണ്ട് അവനെ പ്രോത്സാഹിപ്പിച്ച് അവനെ സമൂഹത്തിലോട്ട് കൈപിടിച്ച് കയറ്റുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവൻ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള കയറി നിന്ന് വെളുപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. കേട്ടാ, വെളുപ്പിച്ചാലും വെളുക്കില്ല. കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ പൊട്ടന്മാരല്ല. ഞാൻ എന്റെ ഫ്രണ്ട്സ് ആയാൽ കൂടി മറ്റേ അടുത്ത പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മറ്റേ അടുത്ത പരിപാടി എന്ന് തന്നെ പറയും. അത് ഇന്നലെ കൂടി ഒരു ഇൻസിഡന്റ് എന്റെ ലൈഫിലുണ്ടായി. കാരണം പോക്കർത്തനം കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരായാലും ചൂണ്ടിക്കാണിക്കും. അതങ്ങനെ തന്നെയാണ്, എനിക്കത് ഇഷ്ടപ്പെടത്തില്ല. പ്രത്യേകിച്ച് ഞാൻ ഇടപെട്ട് നിൽക്കുന്ന വിഷയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് തെറ്റിട്ടാലും ഞാൻ പറയും എന്റെ പൊന്നളിയെ തെറ്റാണ് എന്ന് ഞാൻ ഓപ്പണായിട്ട് മുഖത്ത് നോക്കി ഞാൻ പറയും. എനിക്കതാണ് എൻ്റെ ഒരു രീതി. അല്ലാണ്ട് ഫ്രണ്ട്സ് തെറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്റെ ഫ്രണ്ട് അല്ലേ, അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും അവനെ ന്യായീകരിക്കാം എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കത്തില്ല. തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ പറയും, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. എന്തായാലും വെളുപ്പിക്കൽ ടീംസ് ഓൺ ഫ്ലോർ വാ. എന്റെ തമ്മിൽ ഇങ്ങനെയായിരുന്നു. എന്തോന്നും കിച്ചുവിനെതിരെ വീണപരാതിയുമായി പെൺകുട്ടി രംഗത്തോ, വെളുക്കാൻ തേച്ചത് പാണ്ടായോ, ചേർത്ത് നിർത്തിയവർ ഓടി ഒളിച്ചു, കണ്ണീർ തുടയ്ക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ടാണ് മറ്റേ ലെവള് ഒരു വീഡിയോ ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ലെവക്ക് ബോധം എവളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ സത്യം പറഞ്ഞ ഇവൾ എന്ത് തേങ്ങയെന്ന് ചെയ്യുന്നതെന്ന് അവക്ക് പോലും അറിയത്തില്ല. അതിലെ കുറെ പേര് പറയാറുണ്ട് ലാംഗ്വേജ് ഒന്ന് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇനി മുതൽ അത്യാവശ്യം വിളിച്ചു പറയണ്ട എന്ന് വിചാരിക്കും. പക്ഷെ എന്റെ നെല്ലിപ്പലക പൊട്ടുമ്പോഴാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നത്. ഞാൻ ഈ ലോകം കണ്ട നന്മവരോ നല്ലവനോ ഒന്നും അല്ലടേ. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ പ്രതികരിച്ചു പോകും. അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. ഓക്കെ, കാണാം. കിച്ചു നീ കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അവൻ കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ നിനക്ക് അവനെ വിളിച്ചു പറഞ്ഞാൽ പോരെ? രേണുവിന്റെ അടുത്ത് ചോദിച്ചാൽ കോൺടാക്ട് നമ്പർ കിട്ടുമല്ലോ, നിനക്ക് അവനെ വിളിച്ച് പറഞ്ഞാൽ പോരെ? പിന്നെ നീ ആരെ കാണിക്കാനാണ് ഇമാതിരി നാടകം കൊണ്ടിട്ട് ഇറങ്ങുന്നത്? കിച്ചു, ഞാൻ നിന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത്. അവന്റെ വാട്സപ്പ് നമ്പർ വാങ്ങിച്ചിട്ട് അവന് അല്ലെങ്കിൽ വീഡിയോ ചെയ്ത് വാട്സപ്പ് അയച്ചു കൊടുത്താൽ പോരെ? എനിക്ക് പോരെ തള്ളാതെ കഴിച്ചിരുന്നു ചുമ്മാ അങ്ങ് തള്ളി മറിക്കും. യൂട്യൂബിൽ കൊണ്ടിടും, പൈസ ഉണ്ടാക്കും. ഞാൻ പൈസ ഉണ്ടാക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ നീയൊക്കെയും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അയ്യോ കിച്ചു നീ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്, എനിക്ക് ഇതിൽ നിന്ന് ഏണിങ്സ് ഒന്നും വേണ്ട. നീക്ക് ആര് നന്മ മരങ്ങളെ ഞാൻ ഇടുന്നുണ്ട് വീഡിയോ, ഞാൻ പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് വീഡിയോ ഇടുന്നത്. പക്ഷെ എത്തിക്സ് കാണിക്കും. നിന്നെയൊക്കെ പോലെ എന്ത് ചീഞ്ഞളിഞ്ഞ എത്തിക്സ് ഇല്ലാത്ത രീതിയിൽ വീഡിയോസ് ഇട്ടും കൊണ്ട് അതിൽ നിന്ന് ഏൺ ചെയ്യാൻ ഞാൻ നിൽക്കത്തില്ല. ഞാൻ ഈ ലോകം കണ്ട നന്മ വരൊന്നും അല്ല. ഞാൻ ഇപ്പോഴും റിപ്പീറ്റ്ലി പറയണം. അതിന്റെ റീസൺ ഞാൻ അത്ര നല്ലവനൊന്നുമല്ല. പക്ഷെ എത്തിക്സ് കൊണ്ട് തന്തയില്ലായ്മ കാണിക്കത്തില്ല. മനസ്സിലായ? അവർ എത്തിക്സ് കീപ്പ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. എനിക്ക് എന്റെ ലൈഫിൽ എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അബദ്ധങ്ങൾ എല്ലാ മനുഷ്യനും പറ്റുന്ന പോലെ പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ തിരുത്തണം.
തെറ്റുകുറ്റങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ തിരുത്തണം. പക്ഷെ അതിനെ വീണ്ടും ന്യായീകരിച്ച് ഞാൻ ചെയ്തതാണ് ശരിയെന്ന് പറഞ്ഞ് വാദിക്കാൻ നിൽക്കരുത് കേട്ടോ. രേണുവിന്റെ കേസിലെന്ന് മാത്രമല്ല, ഈ സജിനെ പോലുള്ള വിവരമില്ലാത്തതൊക്കെ ഏതൊക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവളുമാര് പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നിൽക്കും. മറ്റേ നെക്സ്റ്റ് എന്ന് പറയുന്ന ആ പയ്യന്റെ കേസിൽ ഇതുപോലെ തന്നെ അവള് പറയുന്നതാണ് ശരിയെന്ന്. വിവരമില്ല, ബോധമില്ല, വിദ്യാഭ്യാസമില്ല. ഇതൊക്കെ എവിടെ നിന്നാണ് ആ കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്നത്? കണ്ടിട്ട് തന്നെ എനിക്ക് ചൊറിഞ്ഞു വരണം. മാത്രം നിന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചുറ്റുപിടിക്കുകയും ചെയ്യുന്നതിന്റെ പിന്നിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, രേണുസുധിയുടെ നാശം. ഇവള് അടുത്ത് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് രേണുസുധിയുടെ നാശത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. നിനക്ക് ബോധമില്ലേടി? അവന്റെ കുട്ടിക്കാലത്ത് നടന്നിട്ടുള്ള സംഭവം എന്ന് വിളിച്ചു പറഞ്ഞപ്പം നിന്നെ എന്തിനേ ഇടേ ഇവളെ പറ്റിയിട്ട് 2 വാക്ക് ആരെങ്കിലും പറയടേ. എനിക്ക് സത്യം പറഞ്ഞ എന്റെ പലക പൊട്ടോ, നെല്ലിപ്പലക. ഏത് പലക? നെല്ലിപ്പലക. അമ്മാതിരി വർത്തമാനമാണ് ഇവളൊന്ന് പറയുന്നത്. അയ്യേ, കിച്ചുവിനെ ചേർത്ത് നിർത്തുന്ന രേണുവിനെ നശിപ്പിക്കാനാണ്. രേണുവിനെ ആവശ്യം നമുക്ക് എന്ത് കിട്ടാൻ? പേഴ്സണലി അവള് നമുക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്ത് ഇല്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന അപരാധങ്ങളും അവളവളുടെ ലൈഫിൽ ഈ കുട്ടിയുടെ അടുത്ത് അടക്കം, ഇവൻ കുട്ടിയായിരുന്ന സമയത്ത്, കിച്ചു കുട്ടിയായിരുന്ന സമയത്ത് അടക്കം അവനോട് കാണിച്ചു കൂട്ടിയ മറ്റേടുത്ത തന്തയില്ലായ്മ പരിപാടികൾ അടക്കമാണ് നമ്മളിപ്പോൾ വിളിച്ച് പറയുന്നത്. ഇനി കിച്ചു എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവന്റെ കുട്ടിക്കാലത്ത് നല്ലൊരു പാരന്റിങ് കിട്ടാത്തതുകൊണ്ടും അവനെ ചേർത്ത് നിർത്താൻ ആരും ഇല്ലാത്തത് കൊണ്ടും അവൻ വഴിതെറ്റി പോയെന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷെ ഇനി അവനെ നന്നാവാൻ വിടണം. ഇനി അവന് ജീവിക്കാനുള്ള പ്രായമാണ്. അവന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പൈസയൊക്കെ ഉണ്ടാക്കി അവന് ജീവിക്കണം, ഒരു കല്യാണം കഴിച്ച് അവന് ഇനി ജീവിക്കാനുള്ള പ്രായം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ അവനെ എന്ത് ചെയ്യണം? ചേർത്ത് നിർത്തിയിട്ട് സപ്പോർട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. അല്ല അവളെപ്പോലെ അവൾ എന്ത് തോന്നിവാസം കാണിച്ച് എങ്ങനെ നാറ്റിച്ചായാലും അവനെ വലിച്ചീറി ഒട്ടിച്ച് ഒരു സമൂഹത്തിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ലെവലിൽ അവനെ ആക്കി വിടുകയല്ല നമ്മൾ ഇനി ചെയ്യേണ്ടത്. വിവരവും ബോധവും പൊക്കണവും ഉള്ളവർ ചെയ്യേണ്ടത്. നിനക്കൊക്കെ അതില്ല. നിന്റെയൊക്കെ മക്കളാ, നിന്റെയൊക്കെ മകനാ. ഈ സജിനയ്ക്ക് ഒരു മകനുണ്ടെന്ന് പറഞ്ഞല്ലോ. അവനെ ഇതുപോലെ സമൂഹത്തിന്റെ മുന്നിൽ വലിച്ചു കീറി ഒട്ടിച്ചു കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെ ഇരിക്കും? അപ്പൊ ചോദിക്കും രേണുവിനെ വലിച്ചു കീറുന്നില്ല. അവള് കാണിച്ചിട്ടുള്ള വെറും പോക്കൃത്തനങ്ങൾ അത് ഏത് പ്രായത്താ കാണിച്ച? മറ്റേ കുട്ടിക്കാലത്ത് കാണിച്ചതല്ല. നല്ല പ്രായം എത്തിയതിനു ശേഷം അവള് ഈ കുട്ടിയുടെ അടുത്ത് കാണിച്ചിട്ടുള്ള, അതായത് കിച്ചു കുട്ടിയായിരുന്ന സമയത്ത് അടക്കം അവനോട് കാണിച്ചിട്ടുണ്ടായിരുന്ന ദ്രോഹങ്ങളാണ് ജനങ്ങൾ വിളിച്ച് പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസിലെ കാലം അവർ നിന്നെ അടുത്ത് മറ്റേ ചാണകക്കുഴിയിൽ എടുത്തത് കേട്ടോ സജിനെ. കിച്ചുവിന് കാര്യം മനസ്സിലായല്ലോ. നീ കൊണ്ടുവന്ന് ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നീ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പേടിക്കണം. നീ അങ്ങനെ ചെയ്തിട്ടില്ല, ചുമ്മാ നിന്നെ ഒരു അപമാനപ്പെടുത്താനോ അപകീർത്തിപ്പെടുത്താനോ വേണ്ടി ആരെങ്കിലും ഇങ്ങനെ വരും എന്നൊരു ധാരണയിലാണ് നീ പറഞ്ഞെങ്കിൽ ഓക്കെ, നീ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ വന്നാൽ തന്നെ നമുക്ക് ശാസ്ത്രീയപരമായിട്ട് എല്ലാ തരത്തിലുള്ള ടെസ്റ്റും ഉണ്ട്. നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പുഷ്പം പോലെ പറ്റും. ശാസ്ത്രീയപരമായിട്ടുള്ള ടെസ്റ്റുകൾ ഒരു പിന്നേജന്റെ ഇതാണ് പറയുന്നത്. അവനെന്തോ അപരാധം ചെയ്തു, ഇനി നീ ചെയ്തിട്ടില്ലെങ്കിൽ നീ പേടിക്കേണ്ട കുട്ടാ, ശാസ്ത്രീയമായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ. നിനക്ക് നാണമുണ്ടാ? നിനക്കൊരു മോനുള്ളതല്ലേ? അവനെ ഇതുപോലത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതേപോലത്തെ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ താറടിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? എടാ കിച്ചു ഞാൻ പറഞ്ഞില്ലേ, അവന്റെ ലൈഫിൽ അവൻ ഒരുപാട് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനി അവൻ ജീവിക്കാൻ പാടില്ലേ? അവൻ അത്യാവശ്യം 10-23 വയസ്സെങ്ങാണ്ടായിട്ടുണ്ട്. അവൻ ഇനി ജീവിക്കണ്ടേ? അവന് പറ്റിയിട്ടുള്ള തെറ്റുകൾ നമ്മൾ ജനങ്ങൾ പുറത്ത് വേണം അവനെ ഇനി മുന്നോട്ട് കൊണ്ടുവരാൻ. ഇനിയുള്ള ലൈഫിൽ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യില്ല. കാരണം അവന് അത്യാവശ്യം അറിവ്, നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള പ്രായമായി. പക്ഷെ നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞൂടാത്ത പ്രായത്ത് അവനെ നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കാനായിട്ട് ഒരുത്തനുമില്ലായിരുന്നു, ഒരുത്തിയില്ലായിരുന്നു. സ്വന്തം തള്ളയില്ല, രണ്ടാനമ്മയില്ല, മൂന്നാനമ്മയില്ല, ആരുമില്ല. അത് വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടാ. കണന്ന് അടിക്കുമ്പോ ഒന്ന് ആലോചിക്കുക. സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞ കാര്യം അതിന്റെ അവസാനം കാണാതെ നിൽക്കില്ല എന്നുള്ള കാര്യവും കിച്ചു മനസ്സിലാക്കണം. ഇതിന് ഏറ്റവും വലിയ തെറ്റുകാര്യം നിന്നെ പ്രസവിച്ചു എന്ന് പറയുന്നത് നിന്റെ സ്വന്തം തള്ള തന്നെയാണ്. ഇനി എന്ത് കാരണമാണെങ്കിലും എന്ത് റീസണിന്റെ പുറത്താണെങ്കിലും അവള് പോകുമ്പോൾ 1.5 വയസ്സുള്ള കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അവളെ തെറ്റുകാരിയാണ്. അവള് ലോക തെറ്റുകാരിയാണ്. അവളെ ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും? അവളെ ഒരു രീതിയിൽ അവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ജമ്മത്ത് സപ്പോർട്ട് ചെയ്യത്തുമില്ല. മനസ്സിലായ ശാലി? ഒന്നും പറയാനില്ല. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം കുഞ്ഞിനെ ഇട്ടിട്ട് പോയതിന് അവളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി മറിച്ച് രണ്ടാനമ്മയായാലും മൂന്നാനമ്മയായാലും ഇതിനൊക്കെ അറിയാലോ. സുധിക്ക് ഒരു കൊച്ചുണ്ടെന്ന്, ഓൾറെഡി ഒരു കുട്ടി ഉണ്ട്. ഇത് അറിഞ്ഞു വെച്ചിട്ടല്ലേ വന്നത്. അപ്പൊ വന്നതിന് ശേഷം സുനിയേട്ടൻ മാത്രം പോരല്ലോ, ആ സുനിയേട്ടനുള്ള കൊച്ചിനെ നോക്കണമെന്നുള്ളൊരു ഇത് ബോധം വേണം. അങ്ങനെ ഉള്ളവർ മാത്രം വരിക. രണ്ടാമത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിലോട്ട് വരുമ്പോൾ ആ വ്യക്തിക്ക് ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയും കൂടി ഞാൻ നോക്കണം, എന്റെ സ്വന്തം മകനായിട്ട് അല്ലെങ്കിൽ മകളായിട്ട് കാണേണ്ടി വരുമെന്നും മനസ്സിലാക്കിയിട്ട് വേണം വരാൻ. അല്ല പിന്നെ വന്നതിന് ശേഷം വന്നിട്ട് കൊണയടിക്കില്ല കേട്ടാ. ഇവളുമാരിപ്പോ നേരെ ശാലിനി അങ്ങോട്ട് ചെളിവാരി അടിച്ചും കൊണ്ട് രേണുവിനെ വെളുപ്പിക്കാൻ നോക്കുന്നു. ഞാൻ പറയും 3 കണക്ക, വന്ന 3 കണക്ക. പിന്നെ ഒന്നും മരിച്ചുപോയ ആളെ കുറിച്ചിട്ട് വീണ്ടും കുറ്റം പറയുന്നത് ശരിയില്ല. അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നില്ല.
22 വയസ്സായി. ഇപ്പോഴല്ലേ ഇത്രയും തന്റെ ഇടവും ഇത്ര ആരോഗ്യം നിനക്കുണ്ടായില്ലേ? ആ എന്ത് അവന് പ്രായമായി, അവൻ പ്രായമായപ്പോ അവൻ എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് അവൻ പ്രതികരിക്കുന്നു, അവൻ സംസാരിക്കുന്നു. ഇനി അവൻ ഒറ്റയ്ക്ക് നിന്ന് ജീവിക്കാൻ അവനറിയാം. വളരേണ്ട പ്രായത്ത് നല്ലതും ചീത്തയും പറഞ്ഞു വളർത്തേണ്ട പ്രായത്ത് കോപ്പുകളും എല്ലാം കൂടി അവനെ തൊലച്ച് അത് ഞാൻ പറയും. അതുവരെ അവള് ചേർത്ത് നിർത്തിയില്ലേ നിന്നെ? ലൈഫിൽ നിന്റെ രക്തബന്ധമാണ് മനസ്സിലാക്കിക്കോണം. ഈ ഇരുന്ന് പറയുന്ന ഈ ഞാൻ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയുന്നവരാരും നിന്റെ ലൈഫിലേക്ക് ഒരു ഉണ്ടയും ചെയ്യാൻ പോകുന്നില്ല. അതെനിക്കറിയാം. നീ അല്ലെങ്കിലും ഒരു ഉണ്ടയും ചെയ്യാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ആരും ഒരു ഉണ്ടയും ചെയ്യണ്ട. അവന് നല്ല പ്രായമുണ്ട്, അവന് നല്ല ആരോഗ്യമുണ്ട്. ഇനി അവൻ അവൻ്റെതായ രീതിയിലാണ് യൂട്യൂബ് വഴിയായാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗം സ്വീകരിച്ചിട്ട് അവന്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും. അതിൽ ഒരു മാറ്റവും ഇല്ല. ചുമ്മാ വന്ന് കിടന്ന് നീ കിടന്ന് ഇവിടെ ചലക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അവനെ താഴ്ത്തി കെട്ടിക്കൊണ്ട് മറ്റവളെ വെളുപ്പിക്കാൻ നീ കാണിക്കുന്ന ഈ ശുഷ്കാന്തി ഇല്ലേ, പിടിച്ച് ചവരി വരയ്ക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഇനി രേണുവിന്റെ ഒരു കമന്റ് ഞാനൊന്ന് വായിക്കാം കേട്ടോ. ഒരു വീഡിയോയുടെ താഴെ വന്നതാണ്. ആരോ ഇട്ട കമന്റിന് കൊടുത്തിട്ടുള്ള റിപ്ലൈന്, എന്നെ ഒരു ലോകം അംഗീകരിക്കണ്ട എന്നാണ് ഉദ്ദേശിച്ചത്. ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. അതായത് ഉളുപ്പില്ലാത്തവൾ എന്ന് അവൾ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അതായത് അവൾ ആരും അംഗീകരിക്കേണ്ട, ഒരു ലോകം അംഗീകരിക്കേണ്ട, ഞാൻ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ അപ്പുറം ഇവൾക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾ ജനങ്ങൾ പറ. ഇവൾക്ക് എന്ത് ക്വാളിറ്റിയാണ് ഇനി ഉള്ളത്? ഇനി എന്ത് അർത്ഥത്തിലാണ് ഇവളെ സപ്പോർട്ട് ചെയ്യേണ്ടത്? അവള് തന്നെ പറഞ്ഞു, എനിക്ക് ഒരു ഉളുപ്പുമില്ല, മാനവുമില്ല, നാണവുമില്ല, ഞാൻ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, എന്നെ ആരും അംഗീകരിക്കണ്ടെന്ന്. ഇത് അവള് തന്നെ പറഞ്ഞു വെച്ചു. ഇനി ഇതിന്റെ അപ്പുറം എന്താണ് പറയാനുള്ളത്? അതിന് താഴെ വന്ന് വേറെ കമന്റ്. സത്യം, നാണം കെട്ട ക്യാഷ് ഉണ്ടാക്കിയ എന്ത് കാര്യം? പിന്നെ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, നാണം കെട്ട പണം നേടിയിട്ടും നാണക്കേട് പണം മാറ്റിയിടും. യു ക്യാരി ഓൺ വിത്ത് യുവർ സബ്സ്ക്രൈബർ ന്യൂഡിറ്റി. ക്യാഷ് മുഖ്യം ബിഗില്. ആൾക്കാർക്ക് നല്ല മതിപ്പാ ഇപ്പൊ. നാണം കെട്ട് പണം ഉണ്ടാക്കിയ ആ നാണക്കേട് പണം മാറ്റുമെന്ന് ഒരു ചൊല്ലുണ്ട്, അതുള്ള ചൊല്ലാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ രേണു മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ നീ ഒരു പോയിന്റ് കഴിയുമ്പോൾ നീ ബിഗ് സീറോ ആയ. ഇപ്പൊ നിന്നെ മൂട് താങ്ങി എടുത്തു വെച്ച് പൊക്കി നടക്കുന്ന കുറെ ടീംസ് ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്നിലൂടെ ഉണ്ടാക്കുന്ന റീച്ച് നെഗറ്റീവ് ആയാൽ കൂടി. ഇനി കുറെ ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ സജിനായാലും ശ്രീതു ആയാലും ഇടക്കാലത്ത് നിന്നെ അങ്ങോട്ട് പൊക്കി ചെളിവാരി അടിച്ചിട്ടുണ്ടായിരുന്നു. എന്തിന്? ഏത്? അതായത് ഒരു സമയം വരെ നിന്നെ കുറ്റം പറഞ്ഞ അവരൊരു ഫാൻ ബേസ് അല്ല കോപ്പ്, ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കിയെടുത്ത്, നിന്റെ സപ്പോർട്ടേഴ്സിന്റെ യൂണിവേഴ്സ് ഉണ്ടാക്കിയെടുത്ത് കുറെ ചീത്തവിളിയും മാഞ്ചു കൂട്ടി നിന്നു. എന്നാൽ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് നിന്നെ കയറി കുറ്റം പറഞ്ഞ് അവരെ ആകാൻ ശ്രമിച്ചു. ആ സമയത്ത് നാട്ടുകാർ വീണ്ടും എടുത്തിട്ട് പഞ്ഞിക്കിട്ട് നീയൊക്കെ കൂടുതൽ ഉണ്ടാക്കണ്ടെന്ന്. അപ്പൊ വീണ്ടും തിരിച്ച് രേണുവിന്റെ അടുത്ത് തന്നെ വന്ന്. ഇതാണ് ഇവളുമാര്. ഒരു നിലവാരമില്ലാത്ത ടീംസ്. എനിക്ക് അതിനെയൊന്നും പറ്റിയിട്ട് സംസാരിക്കാനേ താല്പര്യമില്ല, സീരിയസ്ലി. ഇനി വേറെ കിച്ചുവിന്റെ ലാസ്റ്റ് ആയിട്ടുള്ള ലൈവിന്റെ കുറച്ച് ഭാഗം ഒന്ന് കൊടുക്കാം, കണ്ടു നോക്ക്. പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ പറയുന്ന ന്യൂസും കാര്യങ്ങളൊന്നും എന്നെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു. പറയുള്ളൂ, ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജ് എല്ലാവരും ഇൻസ്റ്റയിലാണെങ്കിലും ഭയങ്കരമായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ലൈവിൽ വന്ന് പറയാമെന്ന് വിചാരിച്ച് ഞാൻ ഓക്കെ ആണ്. വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വരുന്ന ന്യൂസുകളും കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും. ഞാൻ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. ഇപ്പം പറഞ്ഞുകൊണ്ടെങ്കിൽ ഇപ്പം കുറച്ച് എന്നെ പറ്റി എന്താണ് ഓരോരോ ന്യൂസുകളൊക്കെ വരാം. അത് എന്നെ എഫക്ട് ചെയ്യത്തില്ല എന്ന് പ്രതീക്ഷിക്കാൻ പോകും. പറയണമെന്നുണ്ട്. ഡ്രൈവ് ചെയ്യല്ല, ഞാൻ വീട്ടിൽ തന്നെ ആട്ടെ. അപ്പം ഇതിനെപ്പറ്റി ഒരുപാട് ന്യൂസുകൾ ഇറങ്ങാം. ഇപ്പൊ പറയാൻ ഈ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. എന്നാലും ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. ഇപ്പൊ കുറെ ടീമുകൾ, അതായത് രേണുവിന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഇവൻ വളരെ മോശക്കാരനായിരുന്നു എന്നുള്ളൊരു സംഭവമാണ്. അവന്റെ കുട്ടിക്കാലമാണ്. നല്ല ചീത്തയും പറഞ്ഞു കൊടുത്ത് തിരുത്തേണ്ട പ്രായത്ത് ആരുമില്ല അവനെ തിരുത്താൻ. അങ്ങനെ അവൻ വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ സൊസൈറ്റിയുടെ കുഴപ്പമാണ്, അവനെ വളർത്തിയ ആൾക്കാരുടെ കുഴപ്പമാണ്. അവന്റെ അപ്പനായാലും അവന്റെ അമ്മയായാലും അവന്റെ അമ്മയുടെ ലേബലിൽ നിന്നവളുമാരായാലും ആരായാലും അവനെ വളർത്തിയ തെറ്റാണ്, വളർത്തിയ രീതിയുടെ തെറ്റാണ്, അല്ലാതെ അവന്റെ തെറ്റല്ല. ഇനി ഉള്ള കാലത്ത് അവൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അവന്റെ തെറ്റാണ്. കാരണം നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള പ്രായം അവനായിട്ടുണ്ട്. മനസ്സിലായ? അതാദ്യം മനസ്സിലാക്കണം. തന്തയില്ലായ്മകൾ കാണിച്ച് കൂട്ടിയെന്ന് കിച്ചുവിനെ വരുത്തി തീർത്തുകൊണ്ട് അവനെ നാണം കെടുത്തിക്കൊണ്ട് രേണുവിന് തിരിച്ചു കയറി വരാനുള്ള ഒരു വരവാണ് നോക്കുന്നത്. മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് രേണുവിന്റെ ടീം. അയ്യോ, വളരെയധികം കഷ്ടമാണ്. അതുപോലെ തന്നെ കിച്ചുവിന് പൈസ കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടപ്പോൾ തന്നെ രേണു എന്ന് പറയുന്നവളുടെ നിലവാരം ഞാൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. കാരണം മോനാണ് കിച്ചുവിന്റെ മറ്റേതാണ് തൈരാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട്
അവന് 10-300 രൂപ അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടുകാരികളെ കൊടുത്തിട്ട് പുറത്ത് പിടിപ്പിച്ച ഇവള് എത്രത്തോളം നിലവാരമില്ലാത്ത ഒരുത്തിയാണെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? ഞാൻ പറയുന്നത് കറക്റ്റ് ആണ്, അതെനിക്കറിയാം. ഞാൻ പറയുന്ന കാര്യം കറക്റ്റ് ആണ്. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് കിച്ചു വാ തുറന്നു കഴിഞ്ഞാൽ തീരുമെന്ന്. അതുപോലെ തീർന്ന്. അതുകൊണ്ട് ഇട്ട് വെളുപ്പിക്കാൻ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത അവതാരം കിച്ചു പറഞ്ഞ അവൻ വലുതായിട്ടൊന്നും രണ്ടാമത്തെ ലൈവിൽ പറയുന്നില്ല. ഇനി അടുത്തൊരു അവതാര പിറവിയുടെ രുദ്ര മുഹൂർത്തമുണ്ട്. അതായത് ശ്രീത് മോള് കുറെ കൊണ അടിക്കുന്നുണ്ട്. അയ്യോ ഒന്നും പറയാനില്ല. നീ പറ, ഞാൻ പിന്നെ പറഞ്ഞുതരാം. കിച്ചുവിന് വേണ്ടിയിട്ടാണെങ്കിൽ അവന് പേഴ്സണലി അങ്ങോട്ട് വിളിച്ചു പറയുക, അല്ലെങ്കിൽ അവന് പേഴ്സണലി വീഡിയോ ചെയ്തിട്ട് അയച്ചു കൊടുത്താൽ പോരെ. ഇജുവിന് വേണ്ടിയിട്ടാണെന്ന് നിന്റെയൊക്കെ ഒരു സ്ഥിരം ഡയലോഗുണ്ട്. ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്യുന്നത്, ഞങ്ങൾ വെറുതെ ഒരു സമകാലികതയിൽ സോഷ്യൽ മീഡിയയിൽ ഞാനൊന്ന് സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ ഒരു വൃത്തികെട്ട നിലപാട് നിനക്കൊക്കെ ഉണ്ട്. സീരിയസ്ലി ഞാൻ പറയല്ല, വൃത്തികെട്ട കള്ളത്തനമാണ് അത്. പൈസയ്ക്ക് വേണ്ടി അല്ല നീയൊക്കെ വീഡിയോ ചെയ്യുന്നത്. ഞാൻ സത്യമുള്ള കാര്യം പറയാം, കഷ്ടപ്പെട്ട് ഇരുന്ന് ഓരോ കണ്ടന്റ് കുത്തിപ്പൊക്കി കണ്ടെത്തി ഞാനത് എഡിറ്റ് ചെയ്ത് ഞാനത് ക്ലിപ്പ് കട്ട് ചെയ്ത് ഞാൻ ഷൂട്ട് ചെയ്ത് എൻ്റെ വായിട്ട് അലച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നത് എനിക്ക് പൈസയ്ക്ക് വേണ്ടിയാണ്. ഞാൻ ഓപ്പണായിട്ട് തുറന്നു പറയാം, ഞാൻ പൈസയ്ക്ക് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. അതിൽ എൻ്റെ എത്തിക്സ് ഞാൻ കാണിക്കും. എൻ്റെ എത്തിക്സ് കാണിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യും. അതാണ് ചെയ്യുന്നത് കേട്ടാ. അല്ലാണ്ട് നീയൊക്കെ ഈ കൊണ അടിക്കുന്നത് പോലെ ചുമ്മാ വന്നിട്ട് ഏവളുടെയെങ്കിലും മൂടും താങ്ങി ഇരുന്നും കൊണ്ട് കൊണയടിക്കാൻ കിട്ടത്തില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയും. അത് എത്തിക്സ് ഉള്ള കാര്യമായിരിക്കും. അല്ലാതെ നിന്നെയൊക്കെ പോലെ സ്കൂളിന്റെ വരാന്തകൾ കാണാത്തത് വന്ന് കിടന്ന് വല്ലവളുകൾക്കും വേണ്ടിയിട്ട് കിടന്ന് കൊണയടിച്ച് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ കിട്ടത്തില്ല കേട്ടാ. അല്ലാതെ നീയൊക്കെ പറയും അയ്യോ ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടിയില്ല, ഞങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല, പിന്നെ എന്നാ ഹീരോത്തിനാ നീയൊക്കെ ഉണ്ടാക്കുന്നത്? നിനക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ? നീയൊക്കെ ഇവിടെ നിന്ന് വായു ഒന്ന് വലിച്ചു തിന്നു. കഷ്ടം, തള്ളി അങ്ങ് മറിക്കും അങ്ങോട്ട്, കുറെ അങ്ങോട്ട് തള്ളു കിട്ടും. അതേ അവസ്ഥ തന്നെയാണ്. അതായത് നിന്റെയൊക്കെ ഇടയിൽ നിനക്കൊക്കെ ഒരു എല്ലും കഷ്ടം ഇട്ട് വന്നപ്പോ നീയൊക്കെ എങ്ങനെ കിടന്ന് പടക്കണം, അതുപോലെയാണ് കിച്ചുവിനായിട്ട് നശിപ്പിക്കാൻ നീയൊക്കെ നോക്കുന്നത്. അത്രേ ഉള്ളൂ. ഇവളുമാര് വരുത്തി തീർന്ന് കിച്ചു തെറ്റുകാരൻ അവൻ ഫ്രോഡ്. ഈ ഒരു സെറ്റപ്പ് സാധനമാണ്. കൊള്ളാടി നീയൊക്കെ. അവനുള്ള കുഴി അവൻ തോണ്ടുന്നു. നിനക്കൊക്കെ ഉള്ള കുഴിയെ ഇനി ആര് തോണ്ടും? ആര്? രേണു തോണ്ടി തരുമോ? മിക്കവാറും രേണു തോണ്ടണ്ട, ഞാൻ തോണ്ടിത്തരാം. വേണ്ടാത്ത കാര്യങ്ങളല്ല, അവന് തോന്നുന്ന കാര്യങ്ങൾ അവൻ പറയുന്നുണ്ട്. അത് വേണ്ടാത്ത കാര്യമൊന്നും നിനക്ക് പറയാൻ പറ്റുമോ? എങ്ങനെ പറയാൻ പറ്റും? അവന് തോന്നി ഇനി നാളെ ഇതിന്റെ പേരിൽ വരും ആരോപണം. ഞാൻ പറഞ്ഞില്ലേ, അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അതവന്റെ പ്രായം തെറ്റി പ്രായത്തിലാണ്. നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് വളർത്തേണ്ട പ്രായത്ത് അവനെ വളർത്തിയില്ല. ഇന്നത്തെ പിള്ളേരെ വഴിതെറ്റി പോകുന്ന എന്തുകൊണ്ടാ മിക്ക പിള്ളേരും മിക്ക കുടുംബങ്ങളും കുട്ടികളടക്കം വഴിതെറ്റി പോകുന്നതിന്റെ റീസൺ എന്താ? പാരന്റ്സ് ആണ്. കാരണം കുട്ടികൾ ഫോണിൽ അഡിക്റ്റ് ആവുന്നു. അതുപോലെ തന്നെ 2K കിഡ്സ് എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒട്ടുമിക്ക പിള്ളേരും മറ്റേ കൊല ഈ ഒരു സെറ്റപ്പിലോട്ട് പോകുന്നുണ്ട്. എന്തുകൊണ്ടാ വീടുകളിൽ നല്ല രീതിയിൽ പിള്ളേർക്ക് നല്ല ചീത്തയും പറഞ്ഞു കൊടുത്ത് വളർത്തുന്നില്ല. സ്കൂളുകളിൽ തക്കതായ കൗൺസിലിങ്സോ കാര്യങ്ങളോ കൊടുക്കുന്നില്ല. എല്ലാം ഇന്ന് തോന്നിവാസങ്ങൾക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അതിന്റെ പുറത്ത് പോകുന്ന സമയത്ത് ഇങ്ങനെ ആയിപ്പോവും, പിള്ളേർ വഴിതെറ്റിപ്പോവും. അതിൽ മുഖ്യ പങ്ക് പാരന്റ്സിന് തന്നെയാണ്. പാരന്റ്സ് പണം ഉണ്ടാക്കാനും അവരുടെ ഇമേജ് വലിച്ചു പൊക്കി വെക്കാനും ഒക്കെ ആയിട്ട് ഓട്ടത്തിനിടയിൽ കുട്ടികളെ വളർത്താൻ മറന്നുപോകും. കുട്ടികളെ വളർത്തത്തില്ല അവര്. അതാണ് ബേസിക്കലി നടക്കുന്ന ഒരു കാര്യം. പാരന്റ്സ് ചുമ്മാ ഇങ്ങനെ അവരുടെ ഇഷ്ടത്തിന് പൈസയൊക്കെ ഉണ്ടാക്കുന്ന തിടുക്കത്തിൽ അവർ ഓട്ടത്തിൽ ഓടുമ്പോൾ അതിന്റെ ഇടയിൽ കുട്ടികൾക്കാണ് തന്റെ ചൈൽഡ്ഹുഡ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇന്ന് എനിക്ക് എത്ര ഫാമിലീസിനെ അറിയാവോ? അതായത് പാരന്റ്സ് ജോലിക്ക് രാവിലെ പോകുന്നു, കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ വരുമ്പോൾ പാരന്റ്സ് അവിടെ കാണത്തില്ല. കുട്ടികളെ ഇഷ്ടത്തിന് എവിടെയെങ്കിലുമൊക്കെ കളിക്കാൻ പോകുമായിരിക്കാം, ചിലപ്പോൾ വീടുകളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമായിരിക്കും. പലതും സംഭവിക്കും. വീട്ടിൽ കുട്ടികൾ മാത്രമാവും. അങ്ങനെ വരുമ്പോൾ അവർ പലതും ചെയ്യും, പല കാര്യങ്ങളും ചെയ്തു നോക്കും. കാരണം അവർക്ക് നല്ലത് അറിയത്തില്ല, ചീത്ത അറിയത്തില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം അവർ ചെയ്തു നോക്കും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അത് പാരന്റിങ്ങിന്റെ ഒരു വിഷയമാണ്. അപ്പൊ ഈ കിച്ചു എന്ന് പറയുന്ന പയ്യനെ അവന്റെ കുട്ടിക്കാലത്ത് വളർത്താനായിട്ടും നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു പട്ടിക്കുഞ്ഞുമില്ല. അവന് നല്ലത് ഏത് ചീത്ത ഏതെന്ന് അറിയത്തില്ല. ആ ഒരു പ്രായത്തിൽ അവൻ ചെയ്ത് കൂട്ടിയിട്ടുള്ള കുറെ കോപ്രായങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാനും പറയുന്നില്ല. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കി ഇനി അവന് ജീവിക്കാനുള്ള അവസരം കൊടുക്കണം. പക്ഷെ ആ പ്രായത്തിൽ അവന്റെ കുട്ടിക്കാലത്ത് അവനിങ്ങനെ ആക്കിയ ടീംസ്, അതായത് രേണു, മനസ്സിലായ രേണുവിന് അതിൽ മുഖ്യ പങ്കുണ്ട്, രണ്ടാം അമ്മയ്ക്കുണ്ട്, ആദ്യത്തെ അമ്മയ്ക്കുണ്ട്, എല്ലാത്തിനും ഉണ്ട്. ഇതിനെയൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. അതിനെയൊന്നും മൂട് താങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഫെയർ അല്ല.
അതാദ്യം മനസ്സിലാക്കണം. ഈ ശ്രീതു ആയാലും സജിന ആയാലും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെയൊക്കെ വീട്ടിൽ മക്കളില്ലേ, ആ മക്കൾക്കാണ് ഇതുപോലത്തെ ഒരു അവസ്ഥ. ഓ അപ്പം പറയും നമ്മളങ്ങനെയല്ല, നമ്മൾ മറ്റേ കുടുംബമാണ്, പേര് കേട്ടോ കുടുംബമാണ്, ഒന്നും പറയാനില്ലടേ. പറ, നീ തന്നെ പറ. നീ എന്തിനാണ് ചുമ്മാ വെറുതെ പേടിച്ചിട്ട് ഈ മുൻകൂർ ജാമ്യം എന്നതുപോലെ ചിന്തിക്കുക പോലും ചെയ്യാതെ അനാവശ്യമായുള്ള കണ്ടന്റുകൾ പബ്ലിക്കിൽ ഇട്ട് കൊടുക്കുന്നത്? ഈ പബ്ലിക് വീഡിയോ കാണുന്ന എല്ലാവരും അന്ധന്മാരാണ്. കുറെ ചിലപ്പോൾ ഇതിന്റെ വീഡിയോ പബ്ലിക്കിൽ വീഡിയോ കാണുന്നവർ അന്ധന്മാരും അന്തികളും അല്ലാത്തത് കൊണ്ടാണ് നിന്റെയൊക്കെ കുന്തിയ വർത്തമാനങ്ങൾക്ക് നല്ല ചുട്ട മറുപടി നാട്ടുകാർ തരുന്നത്. മനസ്സിലായ? സപ്പോർട്ട് ചെയ്തേക്കാം, കുറച്ച് പേര് രേണുവിനെ സപ്പോർട്ട് ചെയ്തേക്കാം, പക്ഷെ ബാക്കി കുറച്ച് പേരുണ്ട് നിന്റെ ഈ ഡയലോഗ് കേൾക്കുമ്പോൾ ശരി. ബാക്കി കുറച്ച് പേരുണ്ട് നിന്നെയൊക്കെ പോലെ ചോരന് വരും തീട്ടം പറക്കി തിന്നുന്ന കുറെ ടീമുകളുണ്ട്. അതിലെ ലാംഗ്വേജ് സോറി ഐ വിൽ ഡോണ്ട് റിപ്പീറ്റ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞ് ഞാൻ ചിന്തിച്ചു നോക്കാം. എന്തെങ്കിലും നടന്നിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ തന്നെ നിനക്ക് ഇത് എന്ത് അലിഗേഷൻസ് പബ്ലിക്കിൽ വന്നു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നീ എന്ത് വരുമെന്ന് പറഞ്ഞ് പേടിച്ചിട്ടാണ് നീ ഒരു വീഡിയോ ഇട്ടത്? എനിക്ക് ഒട്ടും മനസ്സിലായില്ല. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് നിന്റെ കാര്യം ഒരു സഹതാപം തോന്നി. ഒന്ന് എനിക്ക് നല്ല എന്താണ് ചെയ്യും വരുന്നത്. എന്താണ് നീ കാണിച്ചു വെച്ചിരിക്കുന്നത്? നിക്ക്, ഇവള് എന്താണ് നീ കാണിച്ചു വെച്ചത്, ഏതാണ് നീ കാണിച്ചു വെച്ചത് എന്നൊക്കെ പറഞ്ഞും കൊണ്ട് കിടന്ന് പറയുന്നുണ്ടല്ലോ. നീ എന്തെങ്കിലും അവൻ കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നീ അതങ്ങ് പറഞ്ഞു. എനിക്ക് അത്രയ്ക്ക് നട്ടലിന് ചങ്കുറപ്പുണ്ടെങ്കിൽ നീ അതങ്ങ് വിളിച്ച് പറ കേട്ടാ. പിന്നെ ഒരു പീഡനം എന്ന് പറഞ്ഞ് എടുത്ത് ഇടുന്നുണ്ട് ഇവളെ ഇടയ്ക്കിടയ്ക്ക്. ഇന്ന് നിങ്ങൾ എത്ര ന്യൂസുകൾ കണ്ടിട്ടുണ്ട്? 9ൽ പഠിക്കുന്ന പിള്ളേർ ഗർഭിണിയായി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എത്ര ന്യൂസുകൾ കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ പഠിക്കുന്ന കാലത്ത് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടോ? ഇല്ല. നമ്മൾ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ നമ്മൾ പോകുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പഠിക്കില്ല, ഉള്ള കാര്യം പറയാം. ഓക്കെ, നമ്മൾ എന്തെങ്കിലും മുട്ടായി കഴിക്കും, കളിക്കും, ആ ഒരു ട്രാക്കാണ്. നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു മൈൻഡില്ല, ഇതിനെയൊന്നും പറ്റിയിട്ട് അറിയത്തില്ല നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ. പക്ഷെ ഇന്ന് 9, 8, 7 ഒക്കെ പഠിക്കുന്ന പിള്ളേരടക്കം ഗർഭിണിയാവുന്ന ഒരു കാലഘട്ടമാണ്. അതെന്തുകൊണ്ടാണ്? പിള്ളേർ എവിടെ നിന്ന് ഇതൊക്കെ പഠിക്കുന്നു? മൊബൈൽ ഫോൺ. പിള്ളേർക്ക് ആരാ മൊബൈൽ ഫോൺ കൊടുക്കുന്നത്? പാരൻസ്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് മക്കളെ വളർത്തേണ്ട സമയത്ത് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് വളർത്താതെ അവരുടെ ചൈൽഡ്ഹുഡിനെ തൊലച്ച് നാറാണത്താക്കി കയ്യിൽ കൊടുത്ത് 3 വർഷത്തോളം കമ്പ്യൂട്ടറിന്റെ ഉള്ളിലിരുന്ന കിച്ചു. ഒരു സ്കൂളിൽ പഠിക്കുന്ന പയ്യൻ അല്ലെങ്കിൽ ആ ഒരു ചെറിയ പ്രായത്തുള്ള ഒരു പയ്യൻ 3 വർഷത്തോളം ഒരു റൂമിൽ കമ്പ്യൂട്ടറിന്റെ അകത്തിരിക്കുമ്പോൾ അവൻ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ സെർച്ച് ചെയ്യും, ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ കാണും, എന്തൊക്കെ കേൾക്കും? ഒന്ന് ആലോചിക്കുക. ആ കാര്യങ്ങൾ കണ്ടുകൊണ്ട് അതുപോലെ അവൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ആരുടെ തെറ്റ്? അവന്റെ തെറ്റാണോ? അവനെ വളർത്തിയവരുടെ തെറ്റാണോ? അവനെ വളർത്തിയവരുടെ തെറ്റ്. ഒരു കുട്ടി 3 വർഷത്തോളം ഒരു റൂമിൽ കമ്പ്യൂട്ടറും വച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ചെറു പ്രായത്തിൽ നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞാത്തൊരു പ്രായത്തിൽ കമ്പ്യൂട്ടറും വെച്ച് അതിന് അഡിക്റ്റായി ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ആരുടെ തെറ്റ്? അതിൽ നിന്നും അവൻ എന്തെങ്കിലും കണ്ട് അവിവേകം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെ തെറ്റ്? അതിന്റെ പേരിൽ വീണ്ടും അവനെ ക്രൂശിക്കുന്നതാണോ ശരി? ജീവിക്കാൻ അനുവദിക്കണ്ടേ അവനെ? എല്ലാ തെറ്റും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഇനി അങ്ങോട്ടുള്ള ലൈഫിലെങ്കിലും നല്ലോണം ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ അവൻ കയറി വരുമ്പോൾ അവനെ അടിച്ചമർത്തുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ അവനെ ഈ ഗതിയിലാക്കിയിട്ടുള്ള പാരൻസിനെ, മാതാപിതാക്കളെന്ന് പറഞ്ഞ് നിന്നിട്ടുള്ള സാധനങ്ങൾ സപ്പോർട്ട് ചെയ്യണോ? ചെയ്യാൻ പാടില്ല. 10 പൈസ അയച്ചു കൊടുത്തിട്ട് എന്തിനെന്ന് പോലും ചോദിക്കാത്ത ഇവളൊക്കെ ഒരു തള്ളയാണോ? തള്ളയെന്ന ലേവലിൽ കിടന്ന് കളിക്കുന്നുണ്ടല്ലോ. കിച്ചു എന്റെ മോനാണ്. ഏത് മോൻ? എവിടത്തെ മോൻ? 10, 300, 500 ഒക്കെ വെച്ച് അയച്ചു കൊടുക്കുന്നു. അവൻ എന്തിനു ചോദിക്കുന്നു എന്ന് പോലും ചോദിക്കാത്ത നീയൊക്കെ ഒരു തള്ളയാണ്. ഇവളെ കാണാൻ നീയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നേ. എന്ത് കീരവിത്താടേ പറഞ്ഞു. ഇയാള് പെരിയ കൗണ്ടർ ഏച്ചു പോയ കൂൾ ഡൗൺ അത്. ഇന്നത്തെ കണ്ടന്റ് ഇന്നത്തെ 2-3 ദിവസത്തേക്കുള്ള കണ്ടന്റ് എന്തായാലും എല്ലാവർക്കും നീ പേടിച്ചിട്ടായിരിക്കും. അയ്യോ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടല്ലോ, ചിലപ്പോൾ മേ ബി ആരെങ്കിലും നീ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പബ്ലിക്കിലോട്ട് ഇട്ട് കൊടുത്താലോ എന്ന് പേടിച്ചിട്ട് നീ ഒരു മുൻകൂർ ജാമ്യം ചെയ്തതാണ്. പക്ഷെ അവിടെയാണ് നീ രേണുവും തമ്മിലുള്ള വ്യത്യാസം. ഭയങ്കര വ്യത്യാസം. രേണുവിനും തമ്മിൽ ഭയങ്കര വ്യത്യാസം. നിനക്കൊക്കെ നാണമുണ്ടോ രേണുവിനെയും ഇവനെയും വെച്ചിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കാൻ? അവന്റെ പ്രായം ഇവിടെ കിടക്കുന്നു, ആ മുതുക്കിയുടെ പ്രായം ഇവിടെ കിടക്കുന്നു. എന്ത് മനുഷ്യരാടാ നീയൊക്കെ. ഇങ്ങനെ ഒരുത്തിയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പയ്യനെ കരിവാരി തേക്കുമ്പോൾ അവന്റെ ഫ്യൂച്ചറാണ് നീയൊക്കെ സ്പോയിൽ ചെയ്യുന്നത്. അപ്പൊ ചോദിക്കും രേണുവിന് ഫ്യൂച്ചറില്ല. എന്ത് ഫ്യൂച്ചർ? എല്ലാം തിരിച്ചറിയാന്നുള്ള പ്രായത്തിൽ ഒരു പയ്യന്റെ ജീവിതം, ഒരു കുട്ടി പയ്യന്റെ ജീവിതം നശിപ്പിച്ച് നാറാണത്തേക്ക് കൈ കൊടുത്ത് ഇവക്കൊക്കെ എന്ത് ഫ്യൂച്ചർ വേണമെന്നാണ് പറയുന്നത്? അവൻ അങ്ങനെ തെറ്റിയിട്ടുണ്ടെങ്കിൽ, അവൻ ആ ഏതെങ്കിലും പെൺകുട്ടികളുടെ അടുത്ത് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ എല്ലാം ആ കുടുംബത്തിന്റെ തെറ്റാണ്. അതിൽ പങ്ക് അവന്റെ അച്ഛൻ അടക്കം ഉണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. മനസ്സിലായോ? പിന്നെ ആകെ അവന്റെ സ്നേഹം കാണിച്ചിരുന്ന അവന്റെ അച്ഛനെന്ന് അവൻ തന്നെ പറയുന്നുണ്ട്. വേറെ ഒരൊറ്റ മനുഷ്യൻ, ആ ഋതപ്പൻ കുട്ടി അല്ലാണ്ട് വേറെ ഒരൊറ്റ മനുഷ്യൻ ആ വീട്ടിൽ മിണ്ടില്ല.
അവന് വേണ്ടിയിട്ട് ഒന്നും ഇല്ല, അവന് നല്ല ചീത്ത പറഞ്ഞു കൊടുക്കില്ല എന്നുള്ളൊരു കാര്യം അടക്കം അവൻ പറയുന്നുണ്ട്. ഇന്ന് അവന് പക്ഷെ നല്ല ചീത്ത തിരിച്ചറിയാം. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ വന്നിട്ട് ഒരു വീഡിയോ ഇട്ട് അവൻ സംസാരിച്ചിട്ടുള്ളത്. മനസ്സിലാക്കണം, മൊണ്ണത്തനങ്ങൾ വിളിച്ച് പറയരുത്. പക്ഷേ ഇതിൽ നിങ്ങൾ രണ്ടുപേരും അല്ലാതെ ബാധിക്കപ്പെട്ട മറ്റൊരാളുണ്ട്. ആരെന്നറിയാമോ? നിന്റെ അച്ഛൻ. മരിച്ച നിന്റെ അച്ഛന് നല്ല രീതിയിൽ നെഗറ്റീവ് ഇമേജ് ആ ഒരു ഒറ്റ നിന്റെ വീട്ടിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നിനക്ക് നാണമുണ്ടാ ശ്രീതു ഇത് പറയാൻ? നിനക്ക് നാണമുണ്ടാ? ഈ സുധി എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ വലിയ ചീത്തപ്പേരൊന്നും കേൾക്കാതെ പോയ വ്യക്തിയാണ്. മരിച്ചതിന് ശേഷം അങ്ങേരെ വലിച്ചു കയറി സമൂഹത്തിന്റെ മുന്നിൽ ഇട്ട് കൊടുത്ത്, അങ്ങേരെ മറ്റേ സകലമാന ഉടായ്പകൾ എടുത്ത് നാട്ടുകാരുടെ മുന്നിൽ ഇട്ട് കൊടുത്ത് കാണിച്ചു കൂട്ടി അങ്ങേരെ ഒരു താറടിച്ചാക്കിയതാരാ? രേണു. രേണു എന്ന് പറയുന്ന ഒറ്റ സ്ത്രീ കാരണം മരിച്ചു പോയതിന് ശേഷം നാണം കെട്ട ഈ ലോകത്തിൽ ആദ്യത്തെ അവസാനത്തെ വ്യക്തിയായിരിക്കും സുധി. മനസ്സിലായ? എന്നിട്ടിപ്പോ കിച്ചു നാണം കെടുത്തുന്നത്. കിച്ചു എന്ന് നാണം കെടുത്തി? അവനാകെ പറഞ്ഞത് അവന്റെ അച്ഛന് മാത്രമാണ് അവൻ്റെ അടുത്ത് സ്നേഹമുള്ളതെന്ന്. ഒരിക്കലും അവന്റെ അച്ഛനെ കുറ്റമല്ല പെടുത്തിയത്. പകരം രേണുവിനെയും കുടുംബത്തിനെയാണ് അവൻ വലിച്ചീറി ഒട്ടിച്ചു കൊടുത്ത് വിട്ട് അണ്ണാക്കി കൊടുത്ത് വിട്ടിട്ടുള്ളത്. അല്ലാതെ അവന്റെ അച്ഛനല്ല അവൻ ഒരിക്കലും കുറ്റം പറഞ്ഞത്. ആകെ അവൻ്റെ അടുത്ത് സ്നേഹവും കെയറും കാണിച്ചിരുന്നത് അവന്റെ അച്ഛൻ മാത്രമെന്നാണ് അവൻ പറയുന്നത്. വന്നിരുന്ന് കൊണ നടിക്കില്ലേ ശ്രീതു? നീയൊക്കെ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററൊന്നും അല്ല ഞാൻ. പക്ഷെ ഞാൻ അവിടെ കച്ചിയെങ്കിലും കളിച്ച് നടന്നിട്ടുണ്ട്. എനിക്ക് നിന്നേക്കാളും നല്ലോണം കാര്യങ്ങൾ സംസാരിക്കാൻ അറിയാം. നീയൊക്കെ ഈ വിട്ടിത്തനം വിളിച്ച് വിളമ്പുമ്പോൾ തന്നെ എനിക്കറിയാം നിനക്കൊക്കെ ഒരു തേങ്ങ അറിയത്തില്ലെന്ന്. വിവരവും ബോധവും പൊക്കണമില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിന്നെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഫാർ ബെറ്റർ. അതെനിക്ക് അഭിമാനിക്കാം. കേട്ടാ? നീ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണുക. യൂട്യൂബിൽ എല്ലാവരുടെയും വീഡിയോസ് എടുത്ത് നോക്കുക. സുധി എന്ന് പറയുന്ന കലാകാരന്റെ ജീവിത ചരിത്രവും അദ്ദേഹം അങ്ങനെ വളരെ മാന്യമൊന്നും ആയിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ കേസൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് നീ ആയിട്ട് കൊണ്ടുവന്ന് പബ്ലിക്കിലിട്ട്. എടി നാണമുണ്ടാ നിനക്ക്? ഈ സുധി എന്ന് പറയുന്നവൻ വെറും ഫ്രോഡാണെന്നുള്ള രീതിയിൽ ആ ഒരു സെറ്റപ്പിലോട്ട് കൊണ്ടുവന്നതാരാ? രേണു. അതാദ്യം മനസ്സിലാക്കി. കൊണാന്ന് വെട്ടണം ഉളുപ്പില്ലാത്തവളുമാര്. ഇങ്ങനെയും കുറെ എണ്ണം. അവൻ മകനായത് കൊണ്ടാണ് അവന്റെ അച്ഛൻ അവനൊന്നും പറയാത്തത്. പക്ഷെ അവന്റെ തള്ളയെന്ന് പറഞ്ഞ ലെവലിൽ കിടന്ന കുറെ എണ്ണം ഉണ്ടായിരുന്നു. നല്ല കരച്ചിലായിരുന്നു. അഭിനയിക്കാൻ പറ, ശരിയാവണില്ല. അത് കൂട്ടുകാരി ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക്. ഞാൻ കഴിഞ്ഞ വിജയിച്ച എന്ത് ചോദിച്ചു മേടിച്ചു? നാണുണ്ടോ നിനക്ക്? നിന്റെ മകനാണ് അല്ലെങ്കിൽ നിന്റെ ഏതെങ്കിലും ഒരു മകനാണ് എന്ന് വെച്ചോ, അല്ലെങ്കിൽ നാളെ നീ ദത്തെടുത്തൊരു കുട്ടിയെ വളർത്തിയെന്ന് വെച്ചോ. നീ ഒരു കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇത്ര ക്യാഷ് അവന് കൊടുത്തെന്ന് പറഞ്ഞ് നീ എടുത്ത് അയക്കുമോ? എനിക്ക് ചോദിക്കാനുള്ള നിന്റെ അടുത്താണ്. അങ്ങനെ നീ അയക്കുമെങ്കിൽ നീയും രേണു തമ്മിൽ വ്യത്യാസമില്ല. എടാ നമ്മളിപ്പോൾ ഒരാളെ സഹായിച്ചാൽ കൂടി നമ്മൾ പിന്നൊരു കാലത്ത് അത് വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ വഴിയെ പോയൊരു ഭിക്ഷക്കാരന് 10 രൂപ കാശ് ഇട്ട് കൊടുത്തിട്ട് നാളൊരു കാലത്ത് നമ്മളത് വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ, നിനക്കന്ന് ഞാൻ പൈസ തന്നില്ല, അന്ന് നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവാരമില്ലാത്ത വെറും ചാറ്റകളെന്നേ ഞാൻ പറയത്തുള്ളൂ. സീരിയസ്ലി അത്രയും നിലവാരമില്ലാത്ത മനുഷ്യരെന്നേ ഞാൻ പറയത്തുള്ളൂ. കിച്ചുവിനെ പബ്ലിക്കലി മോശക്കാരനാക്കാനോ ഒന്നുമല്ല. നന്മവരം യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച നാളാണ് അല്ലേ? അതേപോലെ കിച്ചുവിനെ ക്രൂശിച്ച നാളാക്കാനായിരിക്കും. മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കിയത് അല്ല അവന്റെ അമ്മ, അതായത് രേണു ഇങ്ങനെ തുണി ഇട്ടത് കൊണ്ടാണ്, ഇങ്ങനെ തുണി ഇട്ടിട്ട് സബ്സ്ക്രിപ്ഷൻ ലൈവ് അതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ്. അങ്ങനെ ഞാൻ നിന്നോട് തന്നെ ഒരു കാര്യം ചോദിക്കാം. രേണു സബ്സ്ക്രിപ്ഷനിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇത് വല്ല പബ്ലിക്കിലും വന്നിട്ടുണ്ട്. ഈ പറയുന്ന ആൽബം ഷൂട്ടിലായാലും ഷൂട്ടിംഗ് ലൊക്കേഷനിലായാലും എല്ലാ കാര്യങ്ങളും. അതിൽ നിന്നും അപ്പുറത്ത് ഈ പറയുന്ന രേണു തുണി മൊത്തത്തിൽ വില ചൂരിയോ മൊത്തത്തിൽ അഴിച്ചു കളഞ്ഞോ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നില്ല. ഓക്കെ, അതായത് അപ്പോൾ ഇതിന് മുന്നേ അത് ഈ 2 ലൈവിന് മുന്നേ നീ ഒരു ലൈവ് വന്നപ്പോൾ നീ പറഞ്ഞത് അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടം, ഞാൻ ഒരിക്കലും അമ്മ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്ന് ഞാൻ പറയാറില്ല. നമുക്ക് അങ്ങനെ എന്തെങ്കിലും മാനസിക വിഷമം തന്നെ കൊണ്ടുവരാൻ നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാം രേണുവിന്റെ അടുത്ത്. അമ്മ ഇത് എനിക്ക് എന്റെ കൂട്ടുകാരുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് അച്ചോടാ ആണോടാ പറഞ്ഞ ഇപ്പൊ അനുസരിക്കണം. അങ്ങ് പുന്നാര മോള് രേണു ഇപ്പൊ അനുസരിക്കും. കിച്ചു പറയേണ്ട താമസം. ഇനി നാളെ കിച്ചു ഏണുവിനെ പീപ്പിച്ചെന്ന് പറഞ്ഞോണ്ടൊന്നും അടിച്ചോണ്ട് വരരുത്. ഇനി അതും കൂടി പറയാൻ ബാക്കിയുള്ളൂ. ചിലപ്പോ നീയൊക്കെ അതും പറയും, അതിന്റെ അപ്പുറവും പറയും. ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല, നമുക്ക് ഓപ്പൺ ആയിട്ട് വെറുതെ സംസാരിക്കുക രേണുവിന്റെ അടുത്ത്. പക്ഷെ അന്ന് നീ രേണുവിനെ അത് അമ്മയുടെ ഇഷ്ടമില്ലേ, ഞാൻ എന്ത് പറയാനാണ്, അമ്മയ്ക്ക് അമ്മയുടെ വഴി എന്ന് പറഞ്ഞ നീ ഇന്ന് വന്നിരുന്ന് മാറ്റി പറയാതെ എങ്ങനെയാണ് ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഈ പറഞ്ഞൊരു കാര്യം എന്താന്ന് പറയട്ടെ നിന്നോട്. അറിയില്ല ഞാൻ വീണ്ടും ചോദിച്ചു. അല്ല ഒന്നുമില്ല, ഞാൻ കിച്ചു ഇങ്ങനെ ലൈവിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോഴും അവൾ എന്നോട് പറഞ്ഞത് അറിയില്ല എന്നാണ് പറഞ്ഞത്. മനസ്സിലായി? അറിയില്ല എന്നാണല്ലോ രേണു പറഞ്ഞത്. ഇനി അറിയാന്ന് മാറ്റി പറയരുത്. ഏത് കിച്ചു
ഏതെങ്കിലും പെണ്ണിന്റെ അടുത്ത് മോശമായിട്ട് പീപ്പിച്ചാന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്നാണ് രേണു പറഞ്ഞത്. ഇനി ഇത് മാറ്റി പറയില്ല, അറിയാമെന്ന് ഉള്ള ഒരു വാക്കിലോട്ട് വരരുത് കേട്ടാ. അപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടാ, ഇപ്പൊ ശ്രീധുവൊക്കെ വാദിക്കുന്നത് കിച്ചു എന്തോ മോശമായിട്ട് പെരുമാറിയത് കൊണ്ടല്ല അവനൊരു മുൻകൂർ ജാമ്യം എടുത്തത്. അങ്ങനെയാണെങ്കിൽ രേണുവിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ രേണുവിന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ കിച്ചു അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നല്ലേ അവിടെ വരുന്നത്. ഇനി അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്ന് നിനക്കൊക്കെ തെളിയിക്കാൻ പറ്റും, നീയൊക്കെ തെളിയിക്കും കേട്ടോ. ഇനി അങ്ങനെ തെളിയിച്ചാൽ കൂടി അവൻ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് അവനെ വളർത്തേണ്ട വളർത്തു ദോഷമെന്നേ ഞാൻ പറയത്തുള്ളൂ. പ്രായം തെറ്റിയ പ്രായത്തിൽ അവൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും വളർത്തു ദോഷമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇന്നത്തെ ഞാനൊന്നും പറയുന്നില്ല, നല്ല ചീത്തയും പറഞ്ഞു കൊടുത്ത് ആദ്യം തന്തേ തള വളർത്തണം, അല്ലാണ്ട് പിന്നെ വന്ന് നടന്ന് കോണയടിക്കും. 10-300 അയച്ചു കൊടുത്തിട്ട് എന്തിനാണ് ഏതിനാണെന്നും ചോദിക്കുന്നതെന്ന് പോലും ചോദിക്കത്തില്ല. അയച്ചു കൊടുത്തിട്ട് പോയി കുനിഞ്ഞിരിക്കും. എന്നോട് പറയുന്നത് അതായത് നമ്മളോട് പോലും അറിയില്ല എന്നാണ് അവള് പറയുന്നത്. ഈ ഇവളാണോ പബ്ലിക്കിൽ വന്ന് നിനക്കെതിരെ സംസാരിക്കും, അല്ലെങ്കിൽ നിനക്കെതിരെ പെണ്ണ് കേസുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് പറയുന്നത്? ഒരു അവതാരം തീർന്ന് അടുത്ത അവതാരം നമുക്ക് കാണാം. എനിക്കൊന്നും പറയാനില്ല. ഇവളുമാരൊന്ന് ഉപദേശിച്ച് നന്നാക്കാനോ നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത അവൾക്ക് തലയ്ക്കകത്ത് കയറത്തില്ല. തലയ്ക്കകത്ത് ചാണാൻ തിരികെ വെച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ മെൻഷൻ ചെയ്തിരുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കിച്ചുവിന്റെ മതി ഇവളുടെ വീഡിയോ എനിക്ക് കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ അതിനെക്കാളും ചൊറിഞ്ഞു വരും. മതി, ഇത്രയും മതി, നിങ്ങൾ ഇത്രയും കണ്ടാൽ മതി. എന്തായാലും ഇതിനെയൊന്നും അങ്ങോട്ട് ആരും കാണാനായിട്ട് പോകണ്ട, ഞാൻ അതേ പറയത്തുള്ളൂ. കാരണം റീച്ചിന് വേണ്ടിയിട്ട് കിടന്ന് കാണിക്കുന്ന ബേക്കൂത്തുകൾ, അതിന് വേണ്ടിയിട്ട് എന്ത് എത്തിക്സ് ഇല്ലാത്ത തന്തയില്ലായ്മയെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഉള്ള കാര്യം പറയാമല്ലോ, സീരിയസ്ലി വെറുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മാതിരി കലിപ്പ് എനിക്ക് വേറെ ഒരു ടീംസിന്റെ അടുത്തും തോന്നാറില്ല. അമ്മാതിരി തീട്ട കേസ്. ഇങ്ങനെ മനുഷ്യന്മാരുണ്ടോ എന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. ഇത്രയും നിലവാരമില്ലാത്ത, ഇത്രയും ഒന്നും പറയാനില്ല. നിങ്ങൾ കമന്റ് ചെയ്യും. എന്തായാലും കിച്ചു ആണ് ഇപ്പോഴത്തെ വിഷയം. കിച്ചു വളരെയധികം മോശക്കാരനാണ്. കിച്ചുവിനെ പോലെ ഒരു ഫ്രോഡ് വേറെ ഇല്ല. ഇങ്ങനെയൊക്കെ വരുത്തി തീർത്തിട്ട് എന്തൊക്കെയോ നേടാനുള്ള ഒരു പുറപ്പാടിലാണ് ഈ ടീമുകളെല്ലാം ഇപ്പൊ കാണിക്കുന്നത്. കിച്ചുവിനെ മോശക്കാരനാക്കിക്കൊണ്ട് രേണുവിനെ വെളുപ്പിക്കണം. അങ്ങനെ വെളുപ്പിച്ചാൽ മാത്രമേ ഇനി റൊണാസുനയ്ക്ക് നിലനിൽപ്പുള്ളൂ. അതാണ് ഇവരുടെ ഒരു അജണ്ട. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താറുണ്ട്. നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യും അതും കൂടി പറഞ്ഞേക്കും. ബൈ.